ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അങ്ങോട്ടേക്ക് കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ പോയാലോ? ഇതൊരു സാമ്പിളാടി, നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. നിന്റെ കുരവളി ഞാൻ വലിച്ചു പുറത്തു. അല്ലെങ്കിലും ഇവിടെ പറയുമ്പോ നിങ്ങക്ക് പൊള്ളുമല്ലോ. അല്ലെങ്കിലും എന്നെക്കാളും സ്ഥാനം നൽകി ഇവിടെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സുസ്മിതേ, ഇവിടെ ഞാനിന്ന് കൊല്ലും. എന്റെ നേരെ എങ്ങനെ കൈ ചൂണ്ടിയാ കൊന്ന് തള്ളും ഞാൻ. ഒരു കുഞ്ഞു പോലും അറിയില്ല. എങ്കിലതൊന്ന് കാണണമല്ലോ. കുഞ്ഞേച്ചി, ആരെ പ്രീതിപ്പെടുത്താൻ രോഹിത്തെ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ? ഇവളെ തൃപ്തിപ്പെടുത്താനാണോ? എന്റെ ഭാര്യ ഞാൻ തല്ലും, ചിലപ്പോ കൊല്ലും. അത് ചോദിക്കാൻ നമ്മൾ ആരാണാവോ? കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ അവിടെ കളക്ടറേറ്റ് അകത്ത് എടുത്താൽ മതി. ഇതിപ്പോ എന്റെ വീടാ. ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എന്റെ വീട്. ഇവിടെ ഞാൻ കൂത്താടും, അഴിഞ്ഞാടും, ചിലപ്പോ ക്യാമറയും കളിച്ചെന്ന് വരും. അതെന്റെ ഇഷ്ടം. അഭിപ്രായം പറയാൻ ഒരു ഒറ്റ ഒരുത്തി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ അതോ സ്വയം ഒഴിഞ്ഞു പോവോ? അതോ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ? നിനക്ക് ആരെയുടെ ഗെറ്റ് ഔട്ട് അടിക്കണ്ടേ? നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അടിച്ചിരിക്കും. അപ്പൊ അത് ശരി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞുള്ള വരവാണിത്. സുസ്മിതേ, ഇത് നമ്മുടെ വീടാ. നമ്മൾ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച വീട്. ഇവിടെ ആരൊക്കെ വരണം, ആരൊക്കെ പോണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്. ഇറങ്ങി പോവാൻ പറ എല്ലാത്തിനോടും. അവളങ്ങനെ പറഞ്ഞ അവൾക്കും കിട്ടുമടി. ഇനി നീ ഇവിടെ കിടന്ന് വലിയ ഷോ കാണിച്ച നിനക്കും കിട്ടും നല്ല ഒന്നാന്തരം പണി. പൊന്നു മോനെ, നിനക്ക് അറിയാലോ പപ്പയ്ക്ക് നല്ല പനിയുണ്ട്. ഈശ്വരാ നോക്കട്ടെ, ഈ നല്ല ചൂടുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാ ഈ ബഹളം മുഴുവൻ ഇവിടെ നടത്തിയ. നമുക്ക് ഡോക്ടറെ കാണിക്കാം. വിഷ്ണുട്ടാ നോട്ടെ, നല്ല ചൂടുണ്ടല്ലോ. നിങ്ങൾ എന്തേലും വാ. അതെ, കൊച്ചിനെ കൊണ്ട് കളക്ടറും ഭർത്താവേ പോകും. ശ്യാമ പോവില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതൊരു രണ്ടെണ്ണം കൊണ്ടുവരാൻ നീ ഇറങ്ങുമോ? ശാലി, നിങ്ങൾ മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വെക്കോ. ഞാൻ പിന്നാലെ വന്നോളാം. ശ്യാമേ, മാറിക്കണം. എങ്ങോട്ടാണ്? അടക്കണം. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ആട്ടം മുഴുവൻ കണ്ട ആനന്ദിക്കാണല്ലേടി. എത്ര മോശപ്പെട്ട അഴിഞ്ഞാട്ടമാണെങ്കിലും മുന്നിൽ കിടന്ന് ആടുമ്പോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷ്ണു. പിന്നെ ആടുന്നത് കളക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനൊക്കെ ആവുമ്പോ കാഴ്ചക്ക് രസം കൂടും.
എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കി എന്റെ കണക്ക് ഞാൻ അവധിക്ക് വച്ചിട്ടുണ്ടടി. കാരണം എല്ലാം കൂടി താങ്ങാനുള്ള കരുത്ത് നിനക്കിപ്പോ ഉണ്ടാവില്ല. നിനക്കുള്ള പണിയും കൊണ്ട് എത്തേണ്ടവരെത്തി. നിയമത്തിന്റെ പണി. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ശരിക്കും ഒന്ന് കാണും. ആ കണക്ക് ഞാൻ അപ്പ തീർത്തോളാം. എന്താ സുസ്മിതയായി കേൾക്കുന്നത്? മനസ്സിലായില്ല. വിഷ്ണുവിന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചവര് പറയുന്നു അത് ചെയ്യാൻ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത സുസ്മിതയാണെന്ന്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഏതോ നക്കാപ്പിച്ചയ്ക്ക് ഗുണ്ടാപണിക്ക് പോകുന്നതും പറയുന്നതും കേട്ട് നിയമം നടപ്പിലാക്കാമെന്ന IPS ഉദ്യോഗസ്ഥയോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ എനിക്ക് ആ സഹതാപം ഇല്ല. ജയ്ഖർ. യെസ് മാഡം. ഏയ്, തൊട്ടു പോരുത്. ഇപ്പൊ നീ വിളിക്കാൻ പോകുന്നത് നിന്റെ ചിറ്റപ്പനെ അല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ. ഒരു ചെറിയ പണി കൊടുത്ത് ഞാൻ അവിടെ ഓഫീസിൽ ഇരുത്തിയിരിക്കുക. നീ അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും. പുള്ളിക്കുറവൻ കൂവിയ മരണം നടക്കുന്ന പഴമക്കാര് പറയുന്നത്. പക്ഷെ കഷ്ടകാലം വരുമ്പോ ആരാ കൂവുന്നേന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സുസ്മിത അതൊന്ന് തിരക്കി വെച്ചേക്കുന്ന നല്ലതാ. ഇനി അങ്ങോട്ടേക്ക് കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ പോയാലോ? ഇതൊരു സാമ്പിളാടി. നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പുറകെ ഉണ്ടാവും ഞാൻ, നിഴല് പോലെ. നടക്ക, കൊണ്ടോളെ. അടുത്തൂഴം നിനക്ക് കരുതിയിരുന്നോ?